ഹലോ, നിങ്ങൾ കാത്തിരിക്കുന്നതും അല്ലാത്തതുമായ സിനിമകളുടെ OTT ലിസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻട്രോ ലാഗ് അടുപ്പിച്ച് കൊല്ലുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ കുറച്ചൊന്ന് ലേറ്റ് ആയി പോയി, എന്നാലും പറയാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതെ, ടൂറിസ്റ്റ് ഫാമിലി എന്ന കിടിലൻ ഫീൽ ഗുഡ് സിനിമയ്ക്ക് ശേഷം തമിഴിൽ നിന്ന് പുറത്തിറങ്ങിയ മറ്റൊരു ഫാമിലി ഫീൽ ഗുഡ് ചിത്രമാണ് 3BHK. കാണുന്ന ഓരോ പ്രേക്ഷകന്റെയും മനസ്സ് നിറയ്ക്കുന്ന സിനിമ എന്ന് പറയലില്ലേ, അതാണ് ഈ ഒരു ചിത്രം. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തമിഴ് ഭാഷയിൽ മാത്രം OTT റിലീസ് ആരംഭിച്ച ഈ ഒരു ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പും കൂടി ഇപ്പോൾ മുതൽ ആമസോൺ പ്രൈം വഴി റിലീസായിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായാലും ഒന്ന് കണ്ടു നോക്കുക, മനസ്സ് നിറയും, അതിന് ഞാൻ ഗ്യാരണ്ടി. അതിന് ഞാൻ ഗ്യാരണ്ടി തരാം. നിലവിൽ മലയാളം ഇൻഡസ്ട്രിയുടെ തലവര തന്നെ മാറ്റിയെഴുതിക്കൊണ്ട് തിയേറ്ററുകളിൽ വൻ ചലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് നസ്ലിൻ, കല്യാണി പ്രിയദർശൻ എന്നീ കോംബോയിൽ പുറത്തിറങ്ങിയ ലോക ചാപ്റ്റർ 1. മിത്ത്, ഐതിഹ്യം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ശരിക്കുള്ളതാണെന്നറിയാം. ചന്ദ്ര സാധാരണ കുടിക്ക് അല്ലോ നല്ലോടി സിക്കിന് കിളിയേ കിളിയേ മണി മണി മേഘത്തോപ്പിൽ ഒരു സിനിമയുടെ OTT അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ വെറും 8 ദിവസങ്ങൾ കൊണ്ട് 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ഈ ഒരു ഫാന്റസി അഡ്വഞ്ചർ സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയെന്ന് ഒരു കൺഫേം ന്യൂസ് ഇപ്പോഴത്തെ പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ സിനിമ ഇപ്പോഴും മികച്ച ബുക്കിംഗോടെ തിയേറ്ററുകളിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചിത്രത്തിന്റെ OTT ലിസ്റ്റ് ഡേറ്റ് ഈ അടുത്തൊന്നും പ്രതീക്ഷിക്കണ്ട. മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന മഞ്ജു വാര്യർ, പിന്നെ നമ്മുടെ ആനന്ദം സിനിമയിലെ കുപ്പി എന്നിവർ പ്രധാന റോളിലെത്തിയ ഒരു A സർട്ടിഫിക്കറ്റ് സിനിമയാണ് ഫൂട്ടേജ്. A സർട്ടിഫിക്കറ്റ്. കൂടാതെ ശരിക്കും ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർക്കാണ് ശരിക്കും മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ പദവി നൽകേണ്ടത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. സത്യം പറഞ്ഞു ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? എനിവേ, പറഞ്ഞു വരുന്ന കാര്യം, കഴിഞ്ഞ വർഷം തിയേറ്ററുകളിൽ എത്തിപ്പൊട്ടിയ ഈ ഒരു ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സൺനെക്സ്റ്റ് സ്വന്തമാക്കുകയും ചിത്രം സൺനെക്സ്റ്റ് വഴി മലയാള ഭാഷയിൽ മാത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മുകേഷ് കുമാർ, വെറും മുകേഷ് കുമാർ അല്ല, മുകേഷ് കുമാർ സിംഗിന്റെ സംവിധാനത്തിൽ അല്ലെങ്കിൽ അവരാധത്തിൽ പുറത്തിറങ്ങിയ വൻ അവരാധ ചിത്രമാണ് കണ്ണപ്പ. പ്രഭാസ്, മോഹൻലാൽ, അക്ഷയ് കുമാർ എന്നിങ്ങനെ ഒട്ടേറെ താരങ്ങൾ പ്രധാന റോളിലെത്തി തിയേറ്ററുകളിൽ നിന്ന് 8 നിലയിലല്ല 16 നിലയിൽ പൊട്ടി പണ്ടാറടങ്ങിയ ഈ ഒരു സിനിമയുടെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. അപ്പോൾ ഈ ഒരു ചിത്രം ആമസോൺ പ്രൈം വഴി മലയാളം ഉൾപ്പെടെ അറൗണ്ട് 4ഓളം ഭാഷകളിൽ ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. എന്തിനോ എന്തോ വളരെ ചെറിയൊരു ബഡ്ജറ്റിലൊരുങ്ങി ഇപ്പോൾ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കി വൻ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു കന്നഡ ചിത്രമാണ് സൂ ഫ്രം സോ. രാജ്ബി ഷെട്ടി, പിന്നെ നമ്മുടെ കാന്താരയിലെ ഹംബ്ലി മാമനെ കാണിക്കാൻ കൊണ്ടുപോകുന്ന നോട്ടി ബോയ് ചേട്ടൻ എന്നിവർ പ്രധാന റോൾ കൈകാര്യം ചെയ്ത ഹൊറർ കോമഡി ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സിനിമയുടെ OTT അവകാശങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഓണം പ്രമാണിച്ച് ഇക്കഴിഞ്ഞു പോയ സെപ്റ്റംബർ 5-ന് OTT ലിസ്റ്റ് ചെയ്യുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിനിമയുടെ OTT ലിസ്റ്റ് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 9-ാം തീയതി, അതായത് ഈ വരുന്ന ചൊവ്വാഴ്ച സിനിമ 3ഓളം ഭാഷകളിൽ ഹോട്ട്സ്റ്റാർ വഴി OTT ലിസ്റ്റ് ചെയ്യുമെന്ന് ഇപ്പോഴത്തെ ഹോട്ട്സ്റ്റാർ തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കാം ചിത്രത്തിനായി. കൂടാതെ ഇന്നും ഈ അടുത്തുമായി OTT റിലീസ് ആരംഭിച്ച സിനിമകൾ ഏതൊക്കെയെന്ന് വളരെ പെട്ടെന്ന് തന്നെ നോക്കിയേക്കാം. ഒന്നാമത്തേത് സറണ്ടർ എന്ന തമിഴ് ചിത്രം സൺനെക്സ്റ്റ് വഴി തമിഴ് ഭാഷയിൽ മാത്രം റിലീസ് ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് രവീന്ദ്ര നീ എവിടെ എന്ന ഏതോ ഒരു മലയാള ചിത്രം സൈന പ്ലേ വഴി ഇപ്പോൾ മലയാള ഭാഷയിൽ മാത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത് ബൺ ബട്ടർ ജാം എന്ന തമിഴ് ചിത്രം ആമസോൺ പ്രൈം വഴി തമിഴ് ഭാഷയിൽ മാത്രം റിലീസ് ആരംഭിച്ചിട്ടുണ്ട്.